അങ്ങനെ ഉണ്ടാക്കേണ്ടി വരും. ഹലോ, നമ്മന്റെ പേര് റഷീദ്. ഞാനിവിടെ വന്നിരിക്കുന്നത് റേഞ്ച് റോഡ് കാണാൻ വേണ്ടി. പക്ഷെ ഇറക്ക് റേഞ്ചിനെ കുറിച്ച് ഒന്നും അറിയില്ല. എനിക്ക് എന്താ അഭിപ്രായം? അതിനെ പറ്റി പറയുകയാണെങ്കിൽ അത് വളരെ നല്ലൊരു ഇതാണ്. ഇതിനെ പറ്റി പറയുകയാണെങ്കിൽ ന്യൂമാന് ക്യാമറ കൊടുക്കും. ചാട്ടാക്കിണത് ഇത് ചാട്ടാക്കിണോ? ഹലോ ഗൈസ്, നമ്മളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് നമ്മളെ ബാസിത്തിന്റെ വണ്ടിയുടെ ഡെലിവറിക്കാണ്. അങ്ങോട്ട് കാട്ടി കൊടുക്കൂ. അപ്പോൾ അതിന്റെ കാര്യം എന്റെ പാർട്ണറെ കാണാനല്ല, നമ്മളെ കൂട്ടത്തിലെ ഫസ്റ്റത്തെ പ്രീമിയം വണ്ടി അല്ല, ആദ്യത്തെ ഒന്ന് ഇല്ലേ, നമ്മളെ സുഹൃത്തും അതിലുപരി നമ്മുടെ എവിടെ ആളെ കാണാൻ നമ്മളെ കൂട്ടത്തിലെ ആദ്യത്തെ വ്യക്തിയാണ് അദ്ദേഹം. രണ്ടാമത്തെ വ്യക്തിയായ ബാസിത്ത് എവിടെ? രണ്ടാമത്തെ പ്രീമിയം വണ്ടി നടനതാ. രണ്ടാമത്തെ പ്രീമിയം വണ്ടി അല്ല, ഈ ഒരു അസുലഭ നിമിഷ വേളയില് താങ്കൾക്ക് എന്താണ് പറയാല്ലേ? വളരെ സന്തോഷം. അത് മാത്രമാണ് പറയാം. സന്തോഷം മാത്രമല്ല, ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് ആണിത് അല്ലേ. നമ്മ എന്താ വെച്ചാല് കടകൾ ചെയ്യാന്നുള്ളത് മാത്രമല്ല, അത് വണ്ടിയും കൂടി ആക്കിയാണ്ട് കായ് മാക്സിമം. അപ്പൊ ഈ ഒരു അസുലഭ നിമിഷത്തില് ബാസിന് ഈ ഒരു മറ്റേ സന്തോഷ മുഹൂർത്ത നിമിഷത്തിൽ എന്താ പറയാനുള്ളത്? എന്താ പറയാ, വളരെയധികം സന്തോഷം. ഇത്തരം നമുക്ക് പറയാൻ കഴിയൂല. കാരണം എന്താ വെച്ചാൽ എല്ലാവരും ആദ്യമായിട്ടാണ് വ്ളോഗ് തുടങ്ങുന്നത്. അതിന്റെ ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. എന്നാലും ബോസ് ഇത് ഇയാളിത് മദർസിന് പരിപാടിക്ക് വിളിച്ചമാരാണല്ലോ. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഈ പറഞ്ഞ ക്യാമറ ഫീൽഡിലായാലും ബാക്കിയിലൊക്കെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഷെയ്ഖ് ഗെയിമി വേറൊരു കാര്യം ഓഫീഷ്യലി എനിക്ക് പറയാണ്ട്, വണ്ടി ഡെലിവറി എടുത്തു കഴിഞ്ഞാൽ നേരെ കോഴിക്കോട്ടേക്ക് ഭക്ഷണമില്ലാത്ത ഒരു പരിപാടി. 10-30 ലക്ഷം റുപ്യന്റെ വണ്ടി എടുക്കുമ്പോ മിനിമം 1 ലക്ഷത്തിന്റെ ഭക്ഷണമല്ലോ. വാസിക്ക് നമ്മോട് പറഞ്ഞെന്ന് വെച്ചാൽ വണ്ടിക്ക് 1 ലക്ഷം റുപ്യന്റെ വാസിക്ക് നമ്മോട് പറഞ്ഞെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ഭക്ഷണം അല്ലെങ്കിൽ ഹയാത്തിൽ റൂം. അല്ല, ഇതിപ്പോ ഭക്ഷണം കഴിക്കാലോ. ഇതിപ്പോ നമ്മളെ രണ്ടാമത്തെ വണ്ടിയല്ലേ, ആദ്യത്തെ വണ്ടിന്റെ ഓണർ അദ്ദേഹത്തിന്റെ വക എന്താണ് നോക്കാൻ കാര്യം പറയട്ടെ. ഇന്ന് ഇവിടെ ഡെലിവറി മാത്രമല്ല ഉള്ളത്, ഇന്നൊരു ഓട്ടോ ഷോ കൂടി ഉണ്ട്. കുറച്ച് വണ്ടി വരാണ്ട്. ഇനി വേറെ നല്ല മട്ടുള്ള 2 വണ്ടി കൂടി വരാണ്ട്. ഫസ്റ്റ് ഡെലിവറി, അത് കഴിഞ്ഞിട്ട് പിന്നെ ഓട്ടോ ഷോ. എന്താ ബെൻസ് കണ്ടു. ഇനിയിപ്പോ ഇവിടെ നമുക്ക് വണ്ടിന്റെ കൂട്ടത്തിൽ വന്നൊരു റേഞ്ച് റോവർ ഉണ്ട്. റേഞ്ച് റോവർ വൺ ഡേ ഇതാ മറ്റേ വണ്ടി ഇപ്പന്നെ കൊടുക്കുക. പിന്നെ മുത്തേ ഇതിലൊന്നും പങ്കെടുക്കാത്ത നമ്മളെ ഇവിടെ പ്രീമിയം അനിർസാന്റെ നമ്മളെ പ്രിയപ്പെട്ട സദുർസ്താദ് അവിടെ കറുപ്പ് കുപ്പായിട്ട് നിൽക്കുന്നുണ്ട്. സദുർസ്താദിന് എന്താ പറയാ ഇതിനെ പറ്റി? എന്താണ് സദുർസ്താദ് ഇത്തിരി നമ്മളെ ടീമല്ലേ, മാത്രം ഇയാള് ഡ്രാക്കുളയാണ്. ഇവൻ ഏതോ നല്ല മുന്തിനെ കേക്ക് വെച്ചാല് ഇപ്പൊ ബാസിത് വണ്ടി എടുത്തു, ഫവാസ് വണ്ടി എടുത്തു, മുത്തു വണ്ടി എടുത്തു. അതൊരു ആന വരുന്ന പറഞ്ഞു. ആനി മയിലൊന്നും വരില്ല. ഏതാണ് വണ്ടി? ആയിട്ടില്ല, ടൈം എടുക്കും. അല്ല, എടുക്കണ സമയത്ത് ഓനെന്താ വെച്ചാൽ എപ്പോഴും ഉണ്ടല്ലോ പ്രീമിയത്തിന്റെ എക്സ്ട്രീം ലെവൽ എടുക്കണ സമയത്ത് അത്രയും നല്ലൊരു സാധനം ഞാൻ പ്രതീക്ഷിക്കുന്ന ജീവേഗനാണ്. ജീവേഗനിൽ കുറഞ്ഞൊരു പ്രതീക്ഷിക്കണ്ടേ? എന്റെ അഭിപ്രായത്തിൽ മിക്കവാറും BM എടുത്തു, ബാസിത്ത് ബെൻസ് എടുത്തു, അല്ലറ് കമ്പണ്ടാവില്ല. എന്റെ അഭിപ്രായത്തിൽ റേഞ്ച് റോവർ നെസ്ലിനോട് ചോദിച്ചു ഏതാണ് പോർച്ചെ ഏതാണ് അതില് ഏതാന്ന് അബ്ബനോട് വിളിച്ച് ചോദിച്ച്. ജർമ്മനിയത്തെ ഒരു പെണ്ണുണ്ടല്ലോ ഷസാമിന്റെ അടുത്ത്, നമ്മളെ
നമ്മളെന്താ പറയണ്ടേ? എന്താണ് ഇത് പറയാനുള്ളത്? എന്താണ് വേഗി വന്ന വസന്താണ് ഷെന്നു. ഈ ടീമിലെ ഏറ്റവും യങ്ങസ്റ്റ് ആണ് അവന്. പക്ഷേ എങ്ങനെ എല്ലാ പ്രവൃത്തി കൊണ്ടും മൂത്തത് ഓനാണ്. ഇവന്റെ ഒരു 8 ലക്ഷത്തിന്റെ സിഗ്മെന്റ് കഥ ഉണ്ട്. അത് ഇപ്പൊ അത് ഞങ്ങള് ചെയ്യും, വൈകാതെ ഞങ്ങള് ചെയ്യും. നമ്മളിപ്പോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട. അപ്കമിങ് വ്ളോഗിൽ നമ്മൾ എന്തായാലും ചിലപ്പോൾ ഔട്ട് ചെയ്യാം. നമ്മളതിന്റെ നമ്മൾ വിചാരിക്കുന്നത് എന്താ വെച്ചാൽ ആ 8 ലക്ഷം കൊടുത്തതിന്റെ ഒരു കഥ സിനിമാറ്റിക് രൂപത്തിൽ എടുക്കാനാണ്. റീക്രിയേറ്റ് ചെയ്യുക. അതേ സംഭവം അതേ സ്പോട്ടില്. ഇന്നലെ ഞങ്ങള് ഐക്യ പോകുന്നത് അതൊക്കെ കിട്ടുന്നില്ല. ഇയാളിങ്ങോട്ട് ഉമ്മ ചെയ്യ തേറി പറയരുത്. നമ്മളത് ഹലാൽ ബ്ലോഗാണ്. അല്ല, അത് ബ്ലോഗ് അല്ല. നമ്മൾ ഒഴിവാക്കി നമ്മൾ ഗ്രൂപ്പിൽ ഏറ്റവും കൂടുതൽ നമ്മളെ ഗ്രൂപ്പിൽ അനാവശ്യ കാര്യങ്ങൾ ഉപയോഗിക്കുന്ന ബാസിത്താണ്. അനാവശ്യ കാര്യങ്ങളല്ല, കാര്യങ്ങളും പ്രവൃത്തിയും എല്ലാം കൊണ്ടും ബാസിത്താണ്. തൊള്ള തുറന്നാ പറയുന്ന ആള് ബാസിത്താണ്. ആണോ? എങ്ങനെയാണ് എടുക്കുക? ഓക്കെ, നമ്മളെ പ്രൊഫഷണൽ വരൂ. എല്ലാരും പോവാ. അപ്പൊ മുത്തേ എല്ലാം കഴിഞ്ഞു, ഡെലിവറി കഴിഞ്ഞു, ഇത് കഴിഞ്ഞു. വണ്ടിന്റെ വിഷ്വൽസ് കാണാം. വണ്ടിനെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. വണ്ടി ഫോട്ടോ വീഡിയോ എടുക്കുന്നുണ്ട്. ചെറുതായിട്ടൊന്നും കുഴപ്പമില്ല, നമുക്കൊന്നും ചെയ്യാല്ല. കാരണം എന്താ വെച്ചാൽ അവിടെ വണ്ടിന്റെ ഷോട്ട് എടുക്കണം. വണ്ടിന്റെ ഷോട്ട് എടുക്കുമ്പോൾ നമ്മള് അലമ്പാക്കാൻ പറ്റില്ല. കാരണം ഇതൊക്കെ എന്താ ജീവിതത്തിൽ എപ്പോഴും കിട്ടുന്ന നിമിഷം, അസുലഭ നിമിഷങ്ങളാണ് ഇതൊക്കെ. ഒറ്റ കിട്ടുള്ളൂ. അത് മട്ടം പോലെ ആയിട്ടില്ലെങ്കിൽ പിന്നെ ആയിട്ടില്ലേ കഴിഞ്ഞു. നമ്മളെ ടീം അവിടെ ഉണ്ട്. നമുക്ക് ടീമിന്റെ അടുത്ത് പോവാ. മോഹഭംഗന നടുവിലേ ക്യാമറമാനോടെ അതറേ കുടുംബത്തിക്ക് പുതിയ ഒരു അതിഥി. എന്താ അഭിപ്രായം? ലൈൻ ചക്രത്തും ലസീദ് എന്നൊക്കെന്നാണ് നമ്മൾ എന്താ ആഗ്രഹിച്ചാലോ കിട്ടുന്നല്ല. പഠിച്ചോനെ ഇൻസ്റ്റാഗ്രാമത്തെ റീലൊക്കെ കണ്ടു അണ്ണനപ്പത്തിന് മാസായി. ഈ ആഷിമിനെ ഒഴിവാക്കണം ഈ പരിപാടി. നമ്മളൊരു ഷോട്ട് എടുക്കാൻ കുണ്ടന്മാര് ഊക്കാണ്. അപ്പൊ നമ്മല്ല ഞങ്ങളെ അങ്ങനെ തൊട്ടവാടാണ് ആഷിം. പാവാണ് ആഷിമ്. നമ്മത്തെ പറഞ്ഞേ, നമ്മ എല്ലാവരും അവിടുന്ന് മാറിക്ക് വീഡിയോ അപ്പൊ നമ്മത്തെ പറഞ്ഞേ ചക്ക പോയിന്നാല് നമ്മ എടുക്കില്ല ഇവിടത്താ. നമ്മ അതാ അവിടുന്ന് അങ്ങനെ എൻട്രൻസ് അങ്ങനെ വരികയാണ്. പിന്നെ എങ്ങനെ വരൂ അത് നമ്മ ചെറിയ നേക്കാമത്തെ. നമുക്ക് വീഡിയോഗ്രാഫർമാരൊക്കെ നമ്മൾ കൊടുക്കുന്നത് ഷോലേന്നൊക്കെ കിട്ടുന്ന ഒരു ഔട്ടിന് അതിൻ്റെതായിട്ട് ഇതുണ്ടാവും. പക്ഷെ നമുക്ക് ചെയ്യുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ. അത് കിട്ടണേ നമ്മ എടുക്കണ്ടേ? എന്താണ് ഫോട്ടോഗ്രാഫറാണ് അതിനും വേണ്ടിയാണ്. അല്ല, ഇവിടെ അടിച്ചു വരാതെ പോകണ്ടെന്നാണ് താത്ത പറഞ്ഞത്. അപ്പൊ ചൂലും മുറം കൊണ്ട് നമ്മൾ ആൾക്കാർ പോയിക്കണേ. ആഫ്റ്റർ എഫക്റ്റ് ആണ് ഈ കാണുന്നത്. എന്താ പോട് പരിപാടി? ഏട്ടനോ അനിയനോ ആ തല്ലോടെ ഫോട്ടോക്കും വേണ്ടി. എനിക്കൊരു ഫോട്ടോ എടുത്ത് തരും ഗൈസ്. ഇതെത്താ ഫോട്ടോ എടുത്താന്നില്ലേ? എനിക്കൊരു ഫോട്ടോ കണ്ടാണ്ടല്ലോ. ഞാനൊരു ഫോട്ടോ എടുത്ത് വരാം. ആവശ്യം ഞമ്മക്കില്ല. പിന്നെ മുസ്താഖേ, എനിക്കെന്താ എല്ലാവരോടും പറയാനുള്ള ചോദിച്ചാ ഇതൊന്നും നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല. ഇത് കൂട്ടിയാ കൂടിച്ചവിടെ അപ്പൊ കയ്യാത്തോല് കയ്യൂല. ഒരു ഫോട്ടോ കൂടി കഴിഞ്ഞോ? ഞാൻ അവിടെ നമ്മളെ ഷെയ്ഖ് ഗെയിമിങ്ങിന്റെ ഫോട്ടോഷൂട്ടാണ് നടക്കുന്ന. ബാക്കില് വെള്ളത്തിൽ മൂർത്താക്കുന്ന മൈസൂർ പേൻ കുപ്പായം കഴിച്ചിട്ട് പോലീസ് പോലീസ് നോക്കുന്നുണ്ട്. മൗത്തായ മുന്നൊരു ഗാനം ആലപിക്കുക. അത് വേണം ഗാനം. ഈ കൂട്ടത്തിൽ ആകെ പാടുന്ന ഒരു വ്യക്തി അത് ആഷിമാണ്. പക്ഷെ ഓനോട് പാടാൻ പറഞ്ഞാൽ പാടൂല. ഒരു പാട്ട് ഞാൻ പലപ്പോഴും പാടാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ നമ്മളെ മുളയിലേ നുള്ളി കളയും. പ്ലേറ്റ് എത്തി നമ്മൾ പറയുന്നത് പ്ലേറ്റ് എത്തി. ഇജ് പുറത്തു നിന്നതാ. എൻ്റെ വർഷം തീർന്നോ? ഷെയ്ക്ക് 300 കേക്ക് ടേബിൾ ഷീറ്റ് ഇട്ടിട്ടില്ല.
കൊടുത്താ അവിടെ ഫവാസിന്റെ വ്ളോഗിൽ പറഞ്ഞിട്ടില്ലല്ലോ. ഫവാസിന്റെ വ്ളോഗിൽ അറിഞ്ഞിട്ടില്ല. ഫവാസ് അവിടെ ആ ഫവാസിലൊന്ന് സൂം ചെയ്യും. ആ മൈക്കൊന്ന് കൊടുത്താൽ നമ്മ കൂട്ടത്തിലുള്ള ഒരാളാണ്. എല്ലാ പ്രാവശ്യവും നമ്മൾ എന്തെങ്കിലും കാര്യമായിട്ട് ചർച്ച ചെയ്യുമ്പോഴും ആള് ഫുള്ള് ഹെഡ്സെറ്റും കുത്തി ആൾ പെടുന്നുണ്ടല്ലോ. വണ്ടിയിൽ പാട്ടിട്ടാലും ഇയാൾ വേറെ ഹെഡ്സെറ്റ് കുത്തി വേറെ പാട്ടേക്കും. എഡിറ്റിങ്ങിലേക്കാണ് സംഭവം കേട്ടോ. പക്ഷെ ഒറ്റൊരു സാധനം ഒന്നാരാശിമാകും താത്തു അതൊന്ന് കാണട്ടോ. ഒറ്റൊരു സാധനം ദുനിയാവിൽ ഇതുവരെ ഇറങ്ങിയില്ല. ഒരു 25,000 വീഡിയോ എഡിറ്റ് ചെയ്തത് ആ ട്രാഷിലുണ്ടാവും. അറക്കൂല ആള്. ആ കടാ അത് മട്ടുള്ള കേട്ടോ. വളരെ മട്ടുള്ള സാധനങ്ങളെ കയറുമ്പോൾ കാണുമ്പോഴും ഒക്കെ കയറും. പക്ഷെ മുതൽ റിലീസ് ആവില്ല. അത് റിലീസാക്കും. അങ്ങനെ റിലീസാക്കും എന്നൊക്കെ പറയുമ്പോൾ സാധനം റിലീസ് ആവില്ല. അതെന്താ ഇത് കഴിഞ്ഞാൽ ഒരു കാറ്റടിച്ചാൽ ആ മൂടാട് പോകും. അതോടുകൂടി ആ വീഡിയോ ഔട്ടായി. കലാകാരനാണ്. ആ ചിലപ്പോൾ ഇപ്പം ഇങ്ങനെ നിൽക്കുമ്പോഴൊക്കെ കേട്ടോ നമ്മൾ ഇപ്പം മുംബൈക്കൊക്കെ വിട്ടാലോ വെച്ചു. എന്നാലും നമ്മളെന്നാ മൂടായാണ്ട് അന്നാ മുംബൈക്കൊക്കെ പോകാറുണ്ട്. വണ്ടിയിലൊക്കെ അറിയാം അല്ലേ മണ്ടച്ച് പെരിക്കോട്ടാ ഒറ്റടിക്ക് ആ കാറ്റടിച്ചാൽ പോകും ആള് മൂടി. ഒരു ലണ്ടൻ ഗാനം ആലപിക്കാൻ വേണ്ടിയിട്ട് നമ്മള് മുസ്താഖ് ലണ്ടൻ ഗാനം മറ്റേത് ലണ്ടൻ ഒരട്ടം കൂടി ഡിമോണയൊക്കെ ഇത് കേട്ടെ ഇവിടെ ലണ്ടൻ ഗാനങ്ങൾ ആലപിച്ചു. ഡിമോണയൊക്കെ കേട്ടാണ്. ഡിമോണയൊക്കെ കേട്ടിട്ട് ഏതൊക്കെ ടീം. പിന്നെ ഉടനടി ഒരു വണ്ടി ഉണ്ടാവോ? എന്താണ് അല്ല നമ്മളെ പ്രേക്ഷകരൊക്കെ പ്രേക്ഷകർ ഇപ്പൊ നിനക്കത്തും തരൂലല്ലോ. നമ്മളെ ഉണ്ടാക്കിട്ട് വേണ്ടേ? അല്ല പിന്നെ അടവുപോലെ പൗതി അടക്കം വെച്ചോക്ക്. അതന്നെ ഇത് നോക്ക് ചോദിച്ചോക്ക്. ഗീവ് വേണ്ട ചോദിച്ചോക്ക്. അല്ലല്ലേ നമുക്ക് ഗീവ് അവേ വെച്ചാണ്ടുള്ളൊരു വണ്ടിയിലേറെ പ്രധാനം നമുക്ക് ഇങ്ങനെ ഇതേമാതിരി 100-500 ഇങ്ങനെ ബുക്കിൽ വെച്ചാണ്ട് എടുക്കാം. വണ്ടിന്റെ ഒക്കെ മുന്നേ വണ്ടി പെണ്ണാണ്. അത് ആദ്യം ഉണ്ടല്ലോ നമുക്ക് പെണ്ണിനാണ് മനസ്സിലായോ? മൂന്ന് പറയാം ഞങ്ങളെ ഗ്യാങ്ങിനെ പറ്റും. മൂന്നിന് ഇതുവരെ ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് ആണ്. ഇവിടുത്തെ ഗ്യാങ്ങിൽ എല്ലാവരും അടിപൊളിയാണ്. പക്ഷെ പ്രശ്നം എന്ന് വെച്ചാൽ ഇവർക്ക് എല്ലാവർക്കും ആദ്യം തിന്നാൻ കിട്ടിയാലും ഓടാവും. പ്രശ്നമില്ല ഇവിടെ. ഫുഡ് കിട്ടിയ എല്ലാവരും ഓടാവും. അതുവരെ ഇപ്പൊ നിങ്ങൾ കേട്ടത് ഒന്നാം പുറത്തുക ലണ്ടൻ ഗാനങ്ങൾ. അടുത്തത് ഇനി ഒരു നമ്മളെ റഷ്യൻ ടീമിൽ ഒരു ഗാനങ്ങളുണ്ട്. റഷ്യൻ ടീം റഷ്യ പഠിച്ചിട്ട് വേണം. ഈ മറ്റേ വ്ളോഗ് അവസാനിച്ച് അടുത്ത വ്ളോഗ് ആകുമ്പോൾ നമ്മൾ റഷ്യയും പാകിസ്ഥാനും എല്ലാ ഏരിയയ്ക്ക് വരും.